കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ വാങ്ങിയെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ അവരെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ കാണുന്ന അക്വേറിയത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് വലത്തെ സൈഡിൽ ഇരിക്കുന്ന അക്വേറിയത്തിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഒരു അക്വേറിയത്തിൽ നമ്മൾ പ്ലാറ്റികളെ ഇടുകയാണ് ചെയ്തത്. അതായത് 2 അക്വേറിയങ്ങളിലും പ്ലാറ്റികളായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഗപ്പികളെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന അക്വേറിയത്തിൽ നിന്ന് പ്ലാറ്റികളെ എല്ലാത്തിനെയും പിടിച്ചിട്ട് നമ്മൾ ഇടത്തെ സൈഡിലുള്ള അക്വേറിയത്തിലേക്ക് മാറ്റുമായിരുന്നു. മാറ്റിയിടാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം ഇതിൽ നിറച്ച് ചെടികൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്ലാറ്റികൾ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ ഇതിൽ നിന്ന് എല്ലാ പ്ലാറ്റികളെയും, അതായത് അഡൾട്ട് സൈസുള്ള എല്ലാ പ്ലാറ്റികളെയും പിടിച്ച് നമ്മൾ ഇടത്തെ സൈഡിലുള്ള അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അക്വേറിയത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് കുറച്ച് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. അവർ മാത്രം ആ ഗപ്പികൾ കിടക്കുന്ന ആ ഒരു അക്വേറിയത്തിൽ, അതായത് വലത്തെ സൈഡിലുള്ള അക്വേറിയത്തിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഈ ഗപ്പികളെ വാങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. ഈ കാണുന്ന അക്വേറിയത്തിലാണ് നമ്മൾ എല്ലാ പ്ലാറ്റികളെയും ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അഡൾട്ട് പ്ലാറ്റികൾ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് കുറച്ച് ഓവർ ക്രൗഡഡ് ആണ്. കാരണം ഇത്ര എണ്ണത്തിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ചെറിയ പ്രോബ്ലം വരും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പ്രോബ്ലമാണ്. കാരണം ഇവർ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തി ഓടിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ പ്ലാറ്റി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മളൊന്നിനെയും ഇതുവരെ പിടിച്ചു മാറ്റിയിട്ടില്ല. ഇതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്താണ് നമ്മൾ ഹൈറ്റ് കൂടിയ വലിയ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചു മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റാൻഡമായിട്ട് വന്നിട്ട് ഒരു വലയെടുത്ത് നമ്മൾ ജസ്റ്റ് മുകളിൽ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ച് വേറെ ടാങ്കിലേക്ക് ഇടുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി നീളവും 1 അടി വീതിയും 1.5 അടി ഹൈറ്റും ആണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം അഡൾട്ട് പ്ലാറ്റികളുടെ ഒരു ക്വാണ്ടിറ്റി ഇടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 എണ്ണത്തിനൊക്കെയാണ്. 2 എണ്ണമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ബ്രീഡിങ് കാര്യങ്ങളൊക്കെ സേഫായിട്ട് കുഞ്ഞുങ്ങളൊക്കെ മാക്സിമം കിട്ടാനായിട്ടും സേഫായിട്ട് അവർക്കധികം ടെൻഷനില്ലാതെ, കുഞ്ഞുങ്ങൾക്കധികം ടെൻഷനില്ലാതെ കിടക്കാൻ 2 എണ്ണത്തിന് ഇടുന്നതാണ് നല്ലത്. മാക്സിമം ഒരു 4 എണ്ണത്തിനൊക്കെ ഇടാം. ഇപ്പോൾ അതിനകത്ത് 6 എണ്ണം 7 എണ്ണമൊക്കെ കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ പിന്നീട് വേറെ ഏതെങ്കിലും ടാങ്കുകളിലേക്ക് പിടിച്ചു മാറ്റും. നമ്മളീ പറഞ്ഞത് അപ്പുറത്ത് കിടക്കുന്ന പ്ലാറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വലത്തെ സൈഡിലിരിക്കുന്ന ആ ഒരു അക്വേറിയം. ഇതിനകത്തു നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് പ്ലാറ്റുകളെ അപ്പുറത്തെ അക്വേറിയത്തിലേക്ക് മാറ്റിയത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഇടുകയായിരുന്നു. ഞാൻ അന്ന് ഇട്ടതിന് ശേഷം അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇട്ടതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രീഡ് ആവുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുവരെ നോക്കിയിട്ട് ഇവർ അന്ന് ഇട്ടതിന് ശേഷം ഭയങ്കര ആക്റ്റീവാണ്. 2 പേരും ഒരുമിച്ചാണ് നടക്കുന്നത്. നമ്മൾ ബീറ്റാ പേഷ്യൻ്റ് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. ഫീമെയിൽ അത്യാവശ്യം വളർന്ന് അതിൻ്റെ വയറൊക്കെ കുറച്ച് വീർത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ ബ്രീഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഇട്ടതിന് ശേഷം ഒന്നും വന്നിട്ടില്ല. ഇവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം വലിയൊരു അക്വേറിയമാണ്. ഇവരുടെ സൈസ് വെച്ച് നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നാച്ചുറലായിട്ടുള്ളൊരു നല്ലൊരു ആംബിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഈ ഒരു അക്വേറിയത്തിൽ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് ഇവർക്ക് ബ്രീഡ് ആവാനുള്ള ഒരു ആംബിയൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ മാക്സിമം അഡൾട്ട് പ്ലാറ്റുകൾ അപ്പുറത്തെ അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ബാക്കി ഞാൻ കണ്ടത് അന്ന് ഒരു 2 പ്ലാറ്റി കുഞ്ഞുങ്ങളെ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ പ്ലാറ്റി കുഞ്ഞുങ്ങൾ ഒരു 4 എണ്ണത്തിന് ഞാൻ കാണുന്നുണ്ട്. ഒരു ഡാർക്ക് കളറുള്ളതാണ്, ക്രോസ് ബ്രീഡായിട്ടുണ്ടായ പ്ലാറ്റികൾ. ഇപ്പോൾ കാണാം സെൻറ്ററിൽ കാണുന്ന ഒരു ഡാർക്ക് കളർ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, അത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. പിന്നെ കുറേ വെളുത്ത കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട് മുകൾ ഭാഗത്ത്, കുറച്ച് വൈറ്റിഷ് കളറിലായിട്ട് നിങ്ങൾക്ക് കാണാം. അത് അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാതെ ഏതെങ്കിലും മൂലയിൽ ഇവർ ഒളിച്ചിരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് കാരണം നമുക്കൊരു ഡൗട്ട്. ഈ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ വൈറ്റ് കളറിൽ കണ്ടില്ലേ. ഇത് എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് 100% ഉറപ്പില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏതാണ് പ്ലാറ്റിയുടെ കുഞ്ഞ് അല്ലെങ്കിൽ ഏതാണ് ഇതിനകത്ത് ആൽബിനോ ഫുൾ റെഡിൻ്റെ കുഞ്ഞെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് തോന്നിയൊരു ഡൗട്ടാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ ഈ ഗപ്പികൾ ഇട്ട സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒരു 2-3 പ്ലാറ്റി കുഞ്ഞുങ്ങളെ മാത്രമാണ് കണ്ടത്. ഇപ്പോൾ നോക്കുമ്പോൾ പ്ലാറ്റി കുഞ്ഞുങ്ങളും ഈ വൈറ്റ് കളറിൽ കാണുന്ന കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഡൗട്ട് വന്നതാണ് ഈ ഗപ്പികൾ ബ്രീഡായതാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവർ പിടിച്ച് മാറ്റും. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് പിടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ഈ കാണുന്ന പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ആദ്യം പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇതിൽ കിടക്കുന്ന വൈറ്റ് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ഏതെങ്കിലും കണ്ടെയ്നറിൽ ഇട്ടിട്ട് പിന്നെ അവർ വളരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇത് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണോ അതോ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണോ എന്നുള്ള കാര്യം. അപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങൾ ഇതിന് പിടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇതിനകത്ത് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ കാണുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ല, അവർ പെല്ലറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രീഡ് ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെടികൾ നിറയെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഒളിച്ചിരിക്കാനായിട്ട് ഇഷ്ടംപോലെ ഹൈഡിങ് സ്പോട്ടുകളുണ്ട്.
കുറേ ചെടികൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മോളിൽ വരുന്ന സമയത്തൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഗപ്പികൾ അഡൽട്ട് ഗപ്പികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. അതുപോലെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിച്ചട്ടികളിലാണ് ഈ ജാവ ഫൺ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഇഷ്ടം പോലെ ഗ്യാപ്പുകളുണ്ട് പോയി ഹൈഡ് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ എണ്ണം എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല. കാരണം പ്ലാറ്റികളെ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഗപ്പി കൊത്തി ഓടിക്കുന്നത് കണ്ടില്ലേ കുഞ്ഞുങ്ങളെ, അതുപോലെ അത്രയും അഗ്രസീവായിട്ടൊന്നും നമ്മുടെ പ്ലാറ്റികൾ ഓടിക്കുന്നുണ്ട് എങ്കിലും ഗപ്പികളാണ് എനിക്ക് കൂടുതൽ അഗ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ട് ചത്തുപോകുക എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 എണ്ണത്തിനെ കൂടി അഡീഷണൽ വാങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവരിൽ പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇവർ അഡാപ്റ്റ് ആവുന്നത്, അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അത് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് കാര്യങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. ഇതുപോലെ നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഈ അക്വേറിയത്തിൽ നിൽക്കുന്നത്. വേറെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റിയുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നമായി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലാറ്റികൾ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഇതും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഇനി നമുക്ക് ബ്രീഡിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമാണ് അറിയാനായിട്ടുള്ളത്. ഫുഡൊക്കെ നല്ല രീതിയിൽ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് ബ്രീഡ് ആവുന്ന സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതുപോലെ എത്ര കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്ത് ഈ ഒരു അക്വേറിയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അക്കാര്യത്തിൽ പ്ലാറ്റികൾ ടോപ്പായിരുന്നു. അതായത് നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് ബ്രീഡായിട്ട് കിട്ടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗപ്പികളും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. പിന്നെ ഇവരുടെ കളറ് അടിപൊളിയാട്ടോ. പ്ലാറ്റികളുടെ പോലെ തന്നെയാണ്. പ്ലാറ്റികളുടെ ആ ഒരു ബ്രൈറ്റ് റെഡ് കളറ് നല്ല രീതിയിൽ ഈ അക്വേറിയത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ല, ആ ഒരു മെയിലിൻ്റെ ആ റെഡ് കളർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടികളുടെ ഇടയിൽ, ആ പച്ച നിറത്തിൻ്റെ ഇടയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. വീടിനകത്തൊക്കെ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ കുറച്ചെണ്ണത്തിനെ വാങ്ങി ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവർ അതിനകത്ത് കിടന്ന് നാച്ചുറലായിട്ട് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ചൂട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആൽഗെ ഗ്രോത്ത് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് ഈ അക്വേറിയത്തിൽ. അടിയിലുള്ള ചില പ്ലാന്റ്സിൻ്റെ ഇലയിലൊക്കെ നമ്മൾ ആൽഗെ, അതായത് പൂപ്പലിൻ്റെ ഗ്രോത്ത് ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. ഇത് വല്ലാതെ കൂടുന്ന സമയത്ത് നമ്മൾ മുമ്പ് എന്താണ് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സൈസുള്ള ആപ്പിൾ സ്നേലുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അവർ ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ മൊത്തത്തിൽ ആൽഗയൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് തരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലെടുക്കുന്ന ആപ്പിൾ സ്നേലുകൾ വലിയ സൈസാണ് കിടക്കുന്നത്. അതിനെ ഇതിൽ കൊണ്ട് ഇടാൻ പറ്റില്ല, കാരണം അത് സ്യൂട്ടബിൾ അല്ല അത്രയും വലിയ ആപ്പിൾ സ്നേലിനെ കൊണ്ട് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ പെട്ടെന്ന് വെള്ളം മോശമാക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് തീരെ ചെറിയ സൈസിനെ കൊണ്ടുവന്ന് ഇടുന്നതാണ് നല്ലത്. ഒരു പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ചില്ലുമ്മലുള്ളതും അതുപോലെ തന്നെ ഗ്ലാസുമ്മലുള്ള പൂപ്പലും അതുപോലെ ചെടികളുടെ ഇലയമൊക്കെ ഉള്ളത് അവർ തിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് തരാറുണ്ട്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ആൽഗെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. കാരണം സൺലൈറ്റ് കുറവായതുകൊണ്ട്, അതുപോലെ തന്നെ ഹീറ്റും കുറവായതുകൊണ്ടും ആൽഗെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ ലൈറ്റും ഹീറ്റൊക്കെ വളരെ കൂടുതലാണ്, ചൂടും കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ആൽഗെ നല്ല രീതിയിൽ വളരുന്നത്. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് പുതിയതായിട്ട് വാങ്ങിയ ഈ 2 ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ അക്വേറിയത്തിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലത്തെ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്നുള്ളത്. ഇതിനകത്ത് ഈ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. 2 അക്വേറിയങ്ങളുടെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ചെറിയ മിനി അക്വേറിയം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മളിപ്പോൾ കിട്ടുന്ന പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെല്ലാം ഇടുന്നത്. പിന്നെ ഈ ഗപ്പികളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയൊരു കണ്ടെയ്നർ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അതിലേക്ക് ചിലപ്പോൾ നമ്മൾ മാറ്റും. ഇതിനകത്ത് നമ്മളൊരു വൈറ്റിഷ് കളറിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ തുടക്കത്തിൽ, അത് ഗപ്പികളുടെ കുഞ്ഞാണ്, നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവരെ മാത്രമായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് കണ്ടെയ്നറിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ വളർന്നു വരുമ്പോൾ അത് ഈ ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ മൊത്തത്തിൽ പിടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അക്വേറിയത്തിൽ വേറെ കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നീട് ഇവർ ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഇവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത ആ ഒരു അക്വേറിയത്തിൽ, അതായത് പ്ലാറ്റികൾ കിടക്കുന്ന അക്വേറിയത്തിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്, അതിനെ നമ്മൾ പിടിച്ചു മാറ്റും. അതുപോലെ അഡൾട്ട് പ്ലാറ്റികളുടെ കൗണ്ടും നമ്മൾ ആ അക്വേറിയത്തിൽ കുറയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഔട്ട്ഡോർ ഒരു പ്ലാറ്റി ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി നമ്മളവിടെ ശ്രദ്ധ കൊടുത്തിട്ട്, കാരണം അതിനകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്, വാട്ടർ ചേഞ്ചും ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് നമ്മൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിലുള്ള കുറേ പ്ലാറ്റി കുഞ്ഞുങ്ങളൊക്കെ കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതൊന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള അഡൾട്ട് പ്ലാറ്റികളെ കുറച്ച് എണ്ണത്തിനെയും അതുപോലെ കുറേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമ്മൾ ആ ടാങ്കിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പ്ലാറ്റികളെ സംബന്ധിച്ച് നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോണത്. ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റികളാണ്. പെറ്റ് ഷോപ്പുകളിലൊക്കെ സാധനം സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിറ്റ് തീർന്നു പോകാറുണ്ട്. ഗപ്പികൾ പൊതുവേ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റികളാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നല്ല ബ്രൈറ്റ് റെഡ് കളറൊക്കെ ആയിട്ട് വരുമ്പോൾ അത് അക്വേറിയത്തിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ പല ആൾക്കാരും മേടിച്ചു കൊണ്ട് പോകുന്നുണ്ട്.
നിങ്ങൾ പുതിയതായിട്ട് ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അക്വേറിയം വാങ്ങിയിട്ട് അതിനകത്ത് നല്ല രീതിയിൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഒരു പെയറോ 2 പെയറോ ഒക്കെ വാങ്ങിയിടുക. കൂടുതൽ സ്പേസും മീനിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. നമ്മൾ ഇവരുടെ എണ്ണം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ആവാൻ അഗ്രസീവ് ആവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ ചത്തുപോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഇവരുടെ വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഔട്ട്ഡോർ ടാങ്കുകളിൽ എയറേഷൻ ഫിൽട്രേഷൻ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പമ്പുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 18 വാട്ട്സിൻ്റെയും 40 വാട്ട്സിൻ്റെയും ഈലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.